അധ്യയന വർഷം ഇവിടെ തുടങ്ങാൻ പോകുന്നു. അതിനുവേണ്ടുന്ന എല്ലാ പ്രാർത്ഥനകളും എല്ലാവരിൽ നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ആദ്യം നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനായ PTA പ്രസിഡന്റ് ശ്രീ ഇബ്രാഹിം കുട്ടി അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നമ്മുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ വികസന പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം നിൽക്കുന്ന ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ അഡ്വക്കേറ്റ് സാംകെ ഡാനികൾ അവർകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ ബൈജു നമ്മുടെ 50ാം വാർഷികത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ചുക്കാൻ പിടിച്ച അദ്ദേഹം എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പാൾ ഷൈമ ടീച്ചറിനെ ഏറ്റവും സ്നേഹത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സീനിയർ അസിസ്റ്റന്റ് ഓഫീസർ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള PTA, MPTA, SMC പ്രതിനിധികൾ, എല്ലാ അധ്യാപകരും അനധ്യാപകരും, പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ, പ്രിയ കുട്ടികൾ, ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന 9ലെയും 10ലെയും കുട്ടികൾ, നവാഗതരായിട്ടുള്ള കുട്ടികൾ, എല്ലാവരെയും എല്ലാ നാട്ടുകാരെയും എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്കൂളിൽ എത്തിയിട്ടുള്ള നവാഗതരായിട്ടുള്ള കുഞ്ഞുങ്ങളെ, അതേപോലെ മുൻകാല വിദ്യാർത്ഥികൾ, അധ്യാപകർ, PTA മെമ്പേഴ്സ്, SMC, MPTA അംഗങ്ങൾ, ബഹുമാനികളെ, നമ്മുടെ 8ാം ക്ലാസ്സിൽ പുതുതായിട്ട് വന്നു ചേർന്ന പ്രിയനന്ദിനി ഉണ്ടോ അവിടെ? പ്രിയനന്ദിനി, വാ മോളെ. അവർ 8ാം ക്ലാസ്സിലെ കുട്ടികളുടെ പ്രതിനിധിയായിട്ട് ഭദ്രദീപം കൊളുത്താൻ പ്രിയനന്ദിനി ക്ഷണിക്കുന്നു. ഒരു ക്ലാപ്പ് കൊടുക്കാം. ഫയാസ് ഉണ്ടോ? ഫയാസ്. ആദിത്യനുണ്ടോ? മോനേടാ. ഒരു നല്ല ക്ലാപ്പ് കൊടുത്തേ. പ്രിൻസിപ്പൽ ശ്രീമതി ഷൈമ ബീവിയെ, സീനിയർ അസിസ്റ്റന്റ് മുഹമ്മദ് റാഫി സാർ, ചന്ദ്രമോഹൻ സാർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, രക്ഷകർത്താക്കളെ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെമ്പാടും വിപുലമായ നിലയിൽ സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യമാണ്. പുതുതായി 8ാം ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇന്നിപ്പോ
ഈ പ്രവേശനോത്സവ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ഭൗതിക സാഹചര്യത്തെ സംബന്ധിച്ചും അന്തരീക്ഷത്തെ സംബന്ധിച്ചുമെല്ലാം ടീച്ചർ ഇവിടെ വിശദമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഉള്ള ഏക സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ് വയല വാസുദേവൻപിള്ള മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ. നമ്മുടെ പഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ എന്നതിനപ്പുറം നമ്മുടെ പഞ്ചായത്തിലെ സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന മെച്ചപ്പെട്ട അക്കാദമിക് നിലവാരത്തിൽ അതിന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ ഭൗതിക സാഹചര്യങ്ങളോടും കൂടിയ ഒരു സ്കൂൾ. ഗോകുൽ കൃഷ്ണജി, SSLC പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളാണ് അവാർഡ് ഏറ്റുവാങ്ങുന്നത്. അടുത്തത് ഹേമന്ത് എം. ഇനേഷ് കുമാർ, ക്ലാപ്പ് കൊടുക്കാം. കാർത്തിക് ജയാർ, പൂജ പി ലാൽ, പൂർണിമ മണികണ്ഠൻ, സർ പൂർണിമ മണികണ്ഠൻ എത്തിയിട്ടില്ല. റിഫാൻ നൗറിൻ, അടുത്ത സച്ചു, അടുത്ത എസ് വി നോയലില്ലേ? സർ നോയലില്ല. അടുത്ത ശിവനന്ദ എസ്, ശ്രീനന്ദ എസ്. കയ്യടിക്ക് ശക്തി പോരാ. സുബിന എസ്, വൈഷ്ണവ് കെ, ഇല്ല. വൈഷ്ണവ് എം. വൈഷ്ണവ് കെ ആണോ? മാറ്റിക്കൊടുത്താൽ മതി. മാറ്റാം. വൈഷ്ണവ് കെ, വൈഷ്ണവ് എം, വിഷ്ണു ബി. കൈയടിക്കാം. വൈഷ്ണവി പി നായർ, കൈയടിച്ച. ആരോമൽ അനിൽ, മാളവിക എസ്, ദേവിക ഒ എസ്, യഥു കൃഷ്ണൻ, കഴിഞ്ഞ വർഷം ഫുൾ എ പ്ലസ് മേടിച്ച കുട്ടികളാണ് ഇപ്പോ അവാർഡ് വാങ്ങിപ്പോയത്. ഇനിയും ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള അവാർഡുകൾ വാങ്ങാനുള്ള ആശംസകൾ നേരുന്നതോടൊപ്പം NMMS, നമ്മുടെ സ്കൂളിൽ നിന്നും NMMS കരസ്ഥമാക്കിയ 3 കുട്ടികളുണ്ട്. അവരെ ആദരിക്കുന്നതിനായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അനൗഷ യാസ്മിൻ. NMMS നിസാര കാര്യമല്ല, വളരെ മിടുക്കരായവർക്ക് മാത്രം ലഭിക്കുന്ന അപൂർവമായ സംഭവമാണ് NMMS. അനൗഷ യാസ്മിൻ. ആവണി ബി, വളരെ അഭിമാനകരമായി 3 കുട്ടികൾക്ക് നമുക്ക് നേടാൻ സാധിച്ചു. ആവണി ബി. നെക്സ്റ്റ് ഫൈഹ ഫാത്തിമ.